മനുഷ്യരോട് വാക്കൊടുത്താ പാലിക്കണം, അത് പാലിക്കാതിരുന്ന മുനാഫിക്ക് എന്നാ പറയാ. ആരാ കപട വിശ്വാസി? ഇദാ ഹദ്ദസ കദബ. ആ വാക്കങ്ങട്ട് പാലിച്ചു. അടുത്തു വരുന്ന യുദ്ധമാണ്, തൊട്ടടുത്ത വർഷം നടന്ന യുദ്ധമാണ് മഅറഖത്തു ഉഹദ്, ഗസ്വത്തു ഉഹദ്, ഉഹദ് യുദ്ധം. മദീനത്തെ പള്ളി നോക്കിയാൽ കാണും ഉഹദ് മല അല്ലേ? അവിടെ നടന്ന പരിശുദ്ധമായ ഹബീബ് ഇടപെട്ട യുദ്ധമാണ് ഉഹദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക സൈന്യം വിജയിക്കാൻ ഏതാനും വാരങ്ങൾ അടുത്ത് നിൽക്കെ ശത്രുക്കളുടെ കടന്നാക്രമണം ഉണ്ടാകുന്നു. സുഹാബിമാരിൽ ചില ആളുകൾ അവരെ ഹബീബായ നബി തങ്ങൾ നിർത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോ, ജബലുർ റുമാത്തിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിമല്ല, അന്ന് ശത്രുവാണ്, അവരുടെ നേതൃത്വത്തിൽ വന്ന സൈന്യം സ്വഹാബികളെ ഛിന്ന ഭിന്നമാക്കിയിട്ട് ഹബീബായ നബി തങ്ങൾക്ക് നേരെ അഞ്ഞടിക്കാൻ വരുമ്പോ അവിടെ നിന്ന് സ്വഹാബിമാര് പോലും ഓടിപ്പോയിട്ടുണ്ട്. ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. പക്ഷേ നമ്മൾ അറിയണം, ഉഹദ് ഒന്നേ സംഭവിച്ചിട്ടുള്ളൂ. ഒരു തവണയെ സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂല് ഞാൻ പറയുന്നവരെ ഇറങ്ങരുതെന്ന് പറഞ്ഞ ഹബീബിന്റെ നിയമത്തെ ലംഘിക്കുകയല്ല അവർ ചെയ്തത്. ഹബീബായ നബി തങ്ങൾ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളിൽ നബി തങ്ങൾ എവിടെയെങ്ങാനും അശ്രദ്ധയിലാകുമോ, യുദ്ധം അവസാനിച്ച് നമ്മളോട് പറയാൻ ഹബീബിന് സാധിക്കാത്തത് കൊണ്ടായിരിക്കും. യുദ്ധം തീർന്നല്ലോ എന്ന് വിചാരിച്ച് അവർ ഇറങ്ങി വരികയാണ് ഉണ്ടായത്. അപ്പോഴാ ശത്രുക്കൾ ബാക്കിലൂടെ വന്നത്. അങ്ങനെ ഒരു അനുഭവം ഉഹദിൽ സംഭവിച്ചതിൽ പിന്നെ സ്വഹാബിമാർക്ക് രണ്ടാമതൊരു ഉഹദ് നടന്നിട്ടില്ല. രണ്ടാമത് ഇങ്ങനത്തെ ഒരു അബദ്ധം സ്വഹാബിമാർക്ക് സംഭവിച്ചില്ല. അവര് പാഠം പഠിച്ചു. ഉഹദിലെ ആ രംഗം ഒരിക്കലേ നടന്നിട്ടുള്ളൂ. സ്വഹാബിമാർ പിന്നെ ഹബീബിന്റെ കൂടെ പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. ഉഹദ് യുദ്ധം നടക്കുമ്പോ സ്വഹാബിമാരോടുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു, മഹാനായ അനസ് ഇബ്നു നദർ എന്നവര് സ്വഹാബിമാരിങ്ങനെ ഓടുന്നത് കണ്ടപ്പോ വാളെടുത്ത് യുദ്ധക്കളത്തിലേക്ക് ഹബീബിന് സംരക്ഷണം കൊടുക്കാൻ ഓടി വരികയാണ്. അന്ന് ബദർ യുദ്ധത്തിലേക്ക് പോകാൻ കഴിയാതെ സങ്കടപ്പെട്ട അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ ഫഅല ഹൗലാ, അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ നിന്റെ ഹബീബിന്റെ കൂടെ നിന്ന് പോരാടേണ്ട നേരത്തെ പേടിച്ചോടുന്നത് കണ്ടില്ല റബ്ബേ. അനസ് ഇബ്നു നദറിനെ കൂട്ടത്തിൽ കൂട്ടരുതേ, ഞാനതിന് നിരപരാധിയാണ് റബ്ബേ, ആ ചെയ്തതുപോലെ ഞാൻ ചെയ്യില്ലെന്ന് മഹാനായ അനസ് എന്നവരെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നു വഅബ്റഉ ഇലൈക മിമ്മാ സനാ ഹൗലാ, നിന്റെ ഹബീബിനെ തുരത്തി ഓടിക്കാൻ വന്ന അവിശ്വാസികളുടെ ഈ സൈന്യം ചെയ്ത പോലെ ഉപദ്രവം എന്റെ ദീനിന് ഞാൻ ചെയ്യില്ല റബ്ബേ, ഞാൻ അതിന് നിരപരാധിയാണ്, എന്നെ കുറ്റക്കാരനാക്കല്ലേ എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഓടുമ്പോഴാണ് ഔസ് ഗോത്രത്തിന്റെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആ വഴിക്ക് ഇങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ കാണുന്നു. എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. ഇലാ ഐന യാ അനസു, അനസ് ഇബ്നു മാലിക് അല്ല, അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിനോട്, അനസേ ഞങ്ങളൊക്കെ ഓടുകയാണ്, നിങ്ങൾ എങ്ങോട്ടാ? ശത്രുക്കളുടെ മുമ്പിലേക്ക് പോവുകയാണോ? ഇലാ ഐന യാ അനസു, അനസേ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അപ്പോഴാ പറയുന്നത്, സഅദേ നിങ്ങൾ മാറി നിൽക്കിൻ. ഇലൈക അന്നി യാ സഅദു ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ സൗബി ഉഹദ്. സഅദേ നിങ്ങൾ ഓടിക്കോ, ഞാനില്ല ഓടാൻ, ഞാൻ അല്ലാഹുവിന് വേണ്ടി ഓടുകയാണ്, ഹബീബിന് വേണ്ടി സംരക്ഷണം കൊടുക്കാൻ, ശത്രുക്കളോട് പോരടിക്കാൻ ഓടുകയാ. നിങ്ങൾ പിന്തിരിഞ്ഞോടിക്കോ, ഞാനില്ല നിങ്ങളുടെ കൂടെ. ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ സൗബി ഉഹദ്, ഉഹദ് മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ വാസന എനിക്ക് കിട്ടുന്നുണ്ട് സഅദേ, ഞാൻ സ്വർഗ്ഗം വാസനിക്കുന്നുണ്ട്, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഓടുകയാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി ഓടിച്ചെന്ന് 80ഓളം മുറിവുകൾ ദേഹത്തായി ഷഹീദായ സ്വഹാബിയാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. പറഞ്ഞ വാക്ക് പാലിച്ചു. 80 മുറി, 80 8 വെട്ടല്ല, 80 മാ ബൈന ദർബത്തിൻ ബിസൈഫിൻ ഔ തഅനിൻ ബിറുംഹിൻ ഔ ബിസഹ്മിൻ, അമ്പ് തറച്ചത്, കുന്തം തറച്ചത്, വാളുകൊണ്ട് വെട്ടുകൊണ്ടത്, അങ്ങനെ 80ഓളം മുറിവുകൾ ഉണ്ടായപ്പോ കണ്ണും മുഖവും കവിളും ശത്രുക്കൾ അരിഞ്ഞെടുക്കുകയും തല പോലും മാറ്റിവെക്കുകയും ചെയ്തിട്ട്
സ്വന്തം പെങ്ങളാണ് വന്ന് അനസെന്നവരെ തിരിച്ചറിഞ്ഞത്. വിരൽ കണ്ടപ്പോ ഇതെന്റെ സഹോദരൻ അനസാണ്, ഇതെന്റെ അനസിന്റെ ശരീരമാണെന്ന് പെങ്ങൾക്ക് മാത്രമാ തിരിച്ചറിയാൻ കഴിഞ്ഞത്. വേറെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 80ഓളം മുറിവുകൾ, ശരീരം മാംസകഷ്ണമായി മാറിയിട്ടുണ്ട്. അള്ളാഹുവിനോടൊരു വാക്ക് പറഞ്ഞിരുന്നു, അല്ലാഹ് ബദറോ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഇനി എങ്ങാനും ഒരു അവസരം തന്നാൽ ലയറയന്നല്ലാഹു മാ അസ്നഉ, ഞാൻ എന്താണ് അള്ളാഹു ചെയ്യാൻ പോകുന്നതെന്ന് അള്ളാഹു കാണാൻ കഴിയും എന്ന് ഹബീബായ നബി തങ്ങളുടെ കൂടെ, ഹബീബിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടായിട്ട് ബദർ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം പറഞ്ഞ് അള്ളാഹ്ക്ക് വാക്കുകൊടുത്ത അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു വാക്ക് പാലിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് എന്നവരെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന മഹാൻ പറയുന്നുണ്ട്, ഫഅൻസലല്ലാഹു ഫീഹി വഫീ അശ്ബാഹിഹി, അവരെ കുറിച്ചാണ് അല്ലാഹു സൂറത്തുൽ അഹ്സാബിലൂടെ പറയുന്നത്. എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. അനസ് ഇബ്നു നദർ എന്നവരെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട്, മിനൽ മുഅ്മിനീന റിജാൽ, മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട്, സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് വാക്ക് കൊടുത്തത് സത്യസന്ധമായി പാലിച്ചവർ മുഅ്മിനീങ്ങളിലുണ്ട്. ആരെ പോലെ? അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അതിൽ ജീവൻ നഷ്ടപ്പെട്ട് ഷഹീദായവരുണ്ട്. ആ പറഞ്ഞവരിൽ അനസ് എന്നവരെ കുറിച്ച് വീണ്ടും, ومنهم من ينتظر وما بدلوا تبديلا, ചില ആളുകൾ ജീവൻ കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. അവർ അള്ളാഹുവിന് കൊടുത്ത വാക്കൊരിക്കലും തെറ്റിക്കുകയില്ല. അവരെ പറഞ്ഞ പോലെ തന്നെ. സത്യം പറഞ്ഞവർക്ക് അല്ലാഹു സത്യസന്ധതയുടെ പ്രതിഫലം കൊടുക്കും. വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻ ശാഅ ഔ യതൂബ അലൈഹിം ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. കപടവിശ്വാസികൾ അള്ളാഹു ശിക്ഷിക്കുകയോ അവർ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയോ ചെയ്തേക്കും. പക്ഷേ സത്യസന്ധത പാലിച്ച മുഅ്മിനീങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടാവുക. അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന് വാക്ക് കൊടുത്ത് വാക്ക് പാലിച്ച സത്യവിശ്വാസി അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളെ കുറിച്ചിറങ്ങിയ ആയത്ത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് വാക്കൊടുത്താ പാലിക്കണം, മനുഷ്യരോട് വാക്കൊടുത്താ പാലിക്കണം. അത് പാലിക്കാതിരുന്ന മുനാഫിക്ക് എന്നാ പറയാ. ആരാ കപടവിശ്വാസി? ഇദാ ഹദ്ദസ കദബ, വായ തുറന്നാ നുണ പറയും. വഇദാ വഅദ അഖ്ലഫ്, നാളെ തരാന്ന് പറഞ്ഞാ അത് മറ്റന്നാളെ കിട്ടുള്ളൂ. വഇദാ തുമിന ഖാൻ, വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അതിലെന്തെങ്കിലും അടിച്ചു മാറ്റും. ഇത് മുനാഫിഖാണ്. മനുഷ്യന്മാരോട് വാക്ക് പാലിക്കാത്തവർ മുനാഫിഖ. പിന്നെ അള്ളാഹിനോട് വാക്ക് പാലിക്കാത്തവരെ കുറിച്ച് എന്താ പറയാ അള്ളാഹു? സുബ്ഹാനല്ലാഹ്. മനുഷ്യരെ പറ്റി ഇങ്ങനെ അള്ളാഹ് പറയാ, മനുഷ്യരോട് വാക്ക് പാലിക്കാതിരുന്നാൽ, പിന്നെ അള്ളാഹിനോട് വാക്ക് പാലിക്കാതിരുന്നാൽ നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. നാലാമത്തേത് നമ്മുടെ കർമ്മങ്ങൾ നന്നായിരിക്കുക, കർമ്മങ്ങൾ സത്യസന്ധരാവുക. എത്രയോ ആളുകളുണ്ട് തലക്കെ താഴ്ത്തി
ചുമലൊക്കെ താഴ്ത്തി വളരെ അച്ചടക്കത്തില്, വളരെ വിനയത്തില്, വളരെ താഴ്മയില് എല്ലാം മുരീദായിട്ട് ഇങ്ങനെ നടക്കണ്ടാവും. ഖൽബിന്റെ ഉള്ളിൽ ഞാൻ തന്നെ വലിയ ആള് എന്ന് വിചാരിച്ച് നടക്കുന്നവര് ഒരു കാര്യമില്ല. പ്രവർത്തനം ഭയങ്കര കണ്ട ആൾ വലിയ മുഖ്ലിസാണ്, ഉള്ളില് മഹാകള്ളനാണ്. ആൾക്കാരുടെ മുമ്പിൽ ഭയങ്കര വിനയമാണ്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കിബറാണ്. ഇത് അമലിൽ വരുന്ന നിഫാഖാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, ഇമാമിങ്ങൾ അവരെയും ശൈഖുൽ ഇസ്ലാം എന്ന് പറയാ. ശൈഖുൽ ഇസ്ലാം ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു സലഫുസ് സ്വാലിഹീങ്ങളിലെ ഈ ഉമ്മത്തിന്റെ അസ്ലാഫുകളിൽ കഴിഞ്ഞ പ്രഗൽഭനായ ആലിം. അവര് പറഞ്ഞു, ലാ തകുൻ വലിയൻ ലില്ലാഹി ഫിൽ അലാനിയ വഅദുവൻ ലില്ലാഹി ഫിസ്സിർ. ജനങ്ങൾ കാണുമ്പോ അള്ളാന്റെ വലിയാണ്, പക്ഷെ ഒറ്റക്കായി പോയാൽ അള്ളാന്റെ ശത്രുവാണ്. അങ്ങനെ ആവല്ലേ, അങ്ങനെ ആവല്ലേ മോനെ, അങ്ങനെ ആവല്ലേ. ജനങ്ങളുടെ മുമ്പിൽ ഔലിയപ്പാപ്പയാണ്, ജനങ്ങൾ പോയാൽ പിന്നെ സിഹറ പരിപാടി. അങ്ങനെ ആവല്ലേ, ഇത് ചെയ്യാൻ പാടില്ല. പുറമെ അള്ളാന്റെ വലിയാണ്, സയ്യിദാണ്, ഖോജയാണ്. ആരും കാണാത്തപ്പോ വേറെ മതവിശ്വാസികളെ കൊണ്ടുവന്ന് കൂടോത്രം ചെയ്യലാ പണി, കറാമത്ത് എന്ന് പറയാനേ. ചെയ്യല്ലേ. ലാ തകുൻ വലിയൻ ലില്ലാഹി ഫിൽ അലാനിയ വഅദുവൻ ലില്ലാഹി ഫിസ്സിർ. പ്രത്യക്ഷത്തിൽ അള്ളാന്റെ വലിയാണ്, ആരും കാണാതിരിക്കുമ്പോ അള്ളാന്റെ ശത്രുവാണ്. അങ്ങനെ ആവല്ലേ, ആവല്ലേ. മഹാനായ ശൈഖുൽ ഇസ്ലാം ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. നിങ്ങൾ മറച്ചു പിടിക്കുന്നത് മുഴുവനും അല്ലാഹു നാളെ വെളിച്ചത്ത് കൊണ്ടുവരും. എത്രയോ ആളുകളുണ്ട്, അസ്മാ ആണ്, തുൽസമാത്താണ്, അല്ലെ കഴിവുള്ള ആളാണ്, അൽഹംദുലില്ലാഹ് ചെയ്യണ പരിപാടി സിഹറാണ്. മൂപ്പർക്ക് അറിയാം സിഹറായി ചെയ്യണത്. ആൾക്കാർ പറഞ്ഞ അസ്മാന്റെ പണിയാണ് സിഹറ ചെയ്യണത്. ഭയങ്കര കുറ്റല്ലേ, എന്തൊരു വലിയ വൻപാപങ്ങളെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് കേട്ട പീടിയെ പോയി. ആ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപാണ് ഒരു മനുഷ്യന് സിഹറു ചെയ്യാൻ, ഉപദ്രവം ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളോ ആയ അടുത്ത് നിന്ന് സേവ ചെയ്തിട്ട് പിശാചുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിക്കുക. പറയാം, ഞങ്ങളുടെ സംഘടനയുടെ എതിരില്ല മൂപ്പര്, അതുകൊണ്ട് ചെയ്തതാണ്. അസ്തഗ്ഫിറുല്ലാഹ്. നീ എന്ത് സംഘടനക്കാരനാ? നീ ഇസ്ലാമിക സംഘടനയിൽപ്പെട്ട ആളാണോ? നീ ഇസ്ലാം എന്ന് പുറത്താണ്. അത് ജായിസാണെന്ന് വിശ്വസിച്ചിട്ടായി ചെയ്യുന്നതെങ്കിൽ വൻപാപങ്ങളിൽ വൻപാപമാണ് സിഹർ. ഇതൊക്കെ പറ്റുമെന്ന് ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് പറയുന്നുണ്ടെങ്കിൽ ആ സംഘടനയോട് രാജിവെച്ച് അള്ളാന്റെ ദീനിക്ക് പോരും. അത് ദീനല്ല എന്ന് പറയാം. അത് ദീനല്ല, അത് ഒരു കോലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയങ്കര ഡേഞ്ചറാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയം പറയാൻ ഞാൻ ആരും പേടിക്കണില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. സത്യം സത്യമായും ബാത്തുല് ബാത്തുലായും അള്ളാഹു വേർതിരിച്ചിട്ടുണ്ട് ഇവിടെ. അത് നമ്മൾ മനസ്സിലാക്കണം. പുറമെ വലിയും അകമേ അള്ളാഹുവിന്റെ ശത്രുവും. അങ്ങനെ ആവല്ലേ മോനെ, അങ്ങനെ ആവല്ലേ. കർമ്മങ്ങൾ സത്യസന്ധമാവണം. അപ്പോഴാണ് നിഫാഖ്, കപടവിശ്വാസം ഇല്ലാതാകുന്നത്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപടവിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അതിചൂടുള്ള നരകത്തിന്റെ ശിക്ഷ കപടവിശ്വാസികൾക്കാണെന്ന് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വചനം. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമത്തേത് 5 കാര്യങ്ങളാ പറയാൻ ഉദ്ദേശിച്ചത്. 1, നമ്മുടെ വാക്ക് നന്നാവണം. 2, നമ്മുടെ നിയ്യത്ത് നന്നാവണം. 3, നമ്മുടെ കരാറുകൾ, അള്ളാഹിനോട് ചെയ്യുന്ന കരാറുകൾ ശരിവെക്കണം. 4, നമ്മുടെ കർമ്മങ്ങൾ നന്നാവണം. 5, അള്ളാഹുവിന്റെ ദീനിന്റെ മഖാമാത്തുകളെ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ദീനിൽ നമ്മൾ എന്താണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്, അതങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. എനിക്ക് അള്ളാഹിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിന്റെ കൽബിൽ ഇഷ്ടം വേണം, അപ്പോഴത് പറയാൻ പാടുള്ളൂ. എനിക്ക് റസൂലുള്ളാഹിനോട് ഹുബ്ബുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹുബ്ബാണോ? ദീനിന്റെ ഓരോ സ്ഥാനം, ഞാൻ അള്ളാന്റെ വലിയ, ഞാൻ അള്ളാന്റെ ആളാണ്. നീ എന്ത് ചെയ്തു അള്ളാഹുവിന് വേണ്ടി? പറയാൻ ആർക്കും എന്തൊക്കെ പറയാം. മനോഹരമായ ബൈത്ത്, എന്തൊരർത്ഥം എന്നറിയോ? തഅസുൽ ഇലാഹ വ അൻത തസ്ഉമു ഹുബ്ബഹു ഹാദാ ലഉംരി ഫിൽ ഖിയാസ് ബദീഉ.
ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ നടക്കുകയും എന്നാൽ നീ അള്ളാഹിനോട് സ്നേഹമുള്ളവനാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് എത്ര വിചിത്രമായ സ്നേഹമാണിത്! ഇതെന്ത് പ്രേമ! അള്ളാഹിനോട് സ്നേഹമാണ്, പ്രേമമാണെന്ന് പറയാ. അള്ളാഹ് പറഞ്ഞു കൊടുത്തൊന്നും നമ്മളെ കിട്ടുന്നില്ല. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു. അള്ളാഹുവിനോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ നീ അള്ളാഹുവിനനുസരിക്കുമായിരുന്നു. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹിക്കുന്നവൻ തന്റെ പ്രേമഭാജനം എന്ത് പറയുന്നുവോ അത് ചെയ്തു കൊടുത്തിരിക്കും. അങ്ങനെയല്ലേ? പ്രേമം തലക്കടിച്ചാൽ അങ്ങനെയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹമാണെങ്കിൽ അള്ളാഹ് പറഞ്ഞു നീ ചെയ്യണ്ടേ, അത് ചെയ്യാണ്ട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ദീനിന്റെ ഓരോ മഖാമുകളിലേക്ക് നീ എത്തിയെന്ന് നീ പറയല്ലേ. നീ അള്ളാഹിന്റെ വലിയാണെന്ന് അവകാശവാദം ഉന്നയിക്കല്ലേ. നീ വലിയ ആരിഫാണ്, മുത്തഖിയാണെന്ന് വിളംബരം ചെയ്യല്ലേ. അങ്ങനെ ആണോ എന്ന് നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കേ. ഇല്ലെങ്കിൽ അത് കപട വിശ്വാസത്തിലേക്ക് വഴിനഴിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മളോട് ഒരാൾ നിങ്ങൾ മുഅ്മിനാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടേ മുഅ്മിൻ എന്ന് പറയാവൂ. അങ്ങനെ ഒരു സംഭവം ആലിമീങ്ങൾ പറയാൻ 4 കാരണങ്ങളുണ്ട്. മുഅ്മിനാണോ? ഞാൻ മുഅ്മിനാ അങ്ങനെ പറഞ്ഞുകൂടാ. നീ മുഅ്മിനാണോ? ഇൻഷാ അല്ലാഹ്. എന്തിനാ അവിടെ ഒരു ഇൻഷാ അല്ലാഹ് പറയേണ്ടത്? അത് ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് എണീറ്റ് നിന്ന് സലാത്ത് ചൊല്ലിയിട്ട് പറഞ്ഞുതരാം. എണീക്കാൻ പറ്റുന്നവർ മാത്രം എണീറ്റാൽ മതിയെ. കാലിന് വേദന ഉള്ളവരൊന്നും ബുദ്ധിമുട്ടില്ലോ എന്ന് എഴുന്നേൽക്കണ്ട. 3 സ്വലാത്ത് ഇല്ലല്ലേ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ റൗളയിലേക്ക് പോകുന്ന സ്വലാത്ത് അത് മനസ്സറിഞ്ഞ് അങ്ങ് ചൊല്ലിക്കോളൂ ഒന്നുകൂടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير.